ഹലോ നമസ്കാരം. നമ്മൾ കറി ഉണ്ടാക്കാൻ പോകുന്നത് ചേമ്പും താളാണ്. ചേമ്പും താൾ ഉപയോഗിച്ച് ഒരു കറി ഉണ്ടാക്കാം. ചേമ്പും താൾ പണ്ടൊക്കെ കർക്കിടക മാസത്തിലായിരുന്നു ഈ ചേമ്പും താളൊക്കെ ഉപയോഗിച്ചിരുന്നത്. മറ്റുള്ള സാധനങ്ങളൊന്നും കിട്ടാതിരുന്ന കാലത്ത്. ഇതിപ്പോൾ ആരും ചേമ്പ് താൾ വയ്ക്കുന്നില്ല. പക്ഷെ നല്ല രുചിയുള്ളൊരു കറിയാണ് ചേമ്പ് താൾ. പല തരത്തിലുള്ള കറികളും സൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ചേമ്പ് താൾ എടുക്കുമ്പോൾ നമ്മൾ കണ്ടിച്ചേമ്പിൽ നിന്ന് എടുക്കുക. കണ്ടിച്ചേമ്പിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ അതിന് പല പ്രിപ്പറേഷൻ ഉണ്ടാക്കാം. അപ്പം നമുക്ക് ഒരു കറി ഉണ്ടാക്കി നോക്കാം. ചെമ്പിൻ്റെ ഈ തട ഒരു ചെമ്പ് തന്നെ മതി. ആവശ്യം പോലെ നല്ല കനമുള്ള ചണ്ടാണ് ചെമ്പ് തണ്ട്. ഇതിൻ്റെ കട്ടിയുള്ള സ്കിന്ന് കളഞ്ഞിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം. ഇത് കട്ടി കൂടിയ ഭാഗങ്ങൾ കളഞ്ഞിട്ട് വേണം നമുക്ക് ചെറുതായിട്ട് നുറുക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് കഴുകിയെടുക്കുക. കട്ട് ചെയ്തെടുത്ത ചേമ്പും തണ്ട് നമ്മൾ ചെറിയ പീസുകളാക്കണം. അതിന് മുന്നേ നന്നായിട്ട് കഴുകി കട്ടി കൂടിയ സ്കിന്നെല്ലാം മാറ്റിയെടുത്തതിന് ശേഷം ചെറുതായിട്ട് നുറുക്കണം. എൻ്റെ വൈഫാണ് എല്ലാത്തിനും സഹായിക്കുന്നത് കേട്ടോ. പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കറികളാണ് പണ്ട് കർക്കിടക മാസത്തിലൊക്കെ നമ്മൾ തയ്യാറാക്കിയിരുന്നത്. ഇന്ന് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന വെജിറ്റബിളാണ്. ഇല്ലാതിരുന്ന കാലത്ത് ഇതിന് സ്വാദും കൂടുതലായിരുന്നു. പക്ഷേ ഗുണങ്ങളെല്ലാം തിരിച്ചറിഞ്ഞപ്പോഴാണ്. കട്ട് ചെയ്തെടുത്ത ചേമ്പും താൾ നമ്മൾ വെള്ളത്തിലിട്ട് കഴുകി വെക്കണം കേട്ടോ. കറുത്ത് വരാനുള്ള സാധ്യത കൂടുതൽ. അതിൽ അല്പം വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അല്പം ഉപ്പ്, കുറച്ച് കോൽപ്പുളി, അതെല്ലാം ഇട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെക്കണം. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായം മറക്കല്ലേ. നമ്മൾ അല്പം കഞ്ഞിവെള്ളം ഒഴിച്ചാണ് അല്പം കട്ടി ഉണ്ടാവാനും കറിക്ക് സ്വാദ് കൂടാനും കഞ്ഞിവെള്ളമാണ് ഉപയോഗിക്കാറ് കേട്ടോ. കറിയിൽ അല്പം വെള്ളം മാത്രം ഉപയോഗിച്ചത് വെന്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് അതിൽ വേണ്ട അരപ്പ് തയ്യാറാക്കണം. അരപ്പ് തയ്യാറാക്കാനുള്ള തേങ്ങയും അല്പം പച്ചമുളകും, എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ പച്ചമുളക് ഇടാം. നമ്മൾ ഓൾറെഡി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ച തേങ്ങ നമ്മൾ കറിയിൽ ചേർക്കുകയാണ്. ചേമ്പ് താൾ സുഖമായിട്ട് വെന്ത് കഴിഞ്ഞു കേട്ടോ. ഇളക്കി കൂട്ടിയതിന് ശേഷം നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ച തേങ്ങ അതിൽ നമ്മൾ ചേർത്തിട്ടു. ഇളക്കി കൂട്ടി തേങ്ങ ചേർത്തതിന് ശേഷം ഒത്തിരി നേരം അത് തിളപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ഏത് കറിയിലും അങ്ങനെ തന്നെ. നമ്മൾ ചെറുള്ളി നല്ല വെളിച്ചെണ്ണയിൽ താളിച്ച് അതോടുകൂടി നമ്മുടെ കറി കംപ്ലീറ്റ് ആയി. നിങ്ങളുടെ അഭിപ്രായം പറയണം. നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടിനും നന്ദി. സജീസ് ഫ്ലവർ ടൈം കൂടുതലായിട്ടും നമ്മുടെ ചാനലുണ്ട്. തീർച്ചയായും നിങ്ങൾ കണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ. എൻജോയ് ദ ലൈഫ്. സജീസ് ഫ്ലവർ ടൈം. ബൈ.